നിങ്ങൾക്ക് ഡാർക്ക് എനർജികളിൽ വിശ്വാസമുണ്ടോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമുക്ക് ചുറ്റും പലതുമുണ്ട്. ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അവ നമ്മളുമായി കണ്ടുമുട്ടിയേക്കാം. ഇതെന്റെ അമ്മയ്ക്ക് സംഭവിച്ച ഒരു അനുഭവമാണ്. എന്റെ വീട് ഒരു റെയിൽവേ പാലത്തിനടുത്താണ്. ഈ സ്ഥലം എന്നെ സംബന്ധിച്ച് ഒരുപാട് ഭയാനകമായ അനുഭവങ്ങൾ നൽകിയ ഒന്നാണ്. ധാരാളം മരണങ്ങൾ നടക്കുന്ന ഒരിടമാണത്. ആത്മഹത്യകളും അപകടങ്ങളും അങ്ങനെ പലതും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് അത്തരത്തിലുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും രാത്രികൾ വളരെ നിശബ്ദമായിരുന്നു. ചില ദിവസങ്ങളിൽ കാരണമില്ലാതെ ഭയം തോന്നിക്കൊണ്ടിരിക്കും. വീട്ടിൽ നിന്ന് ഏകദേശം 15 മീറ്റർ മാറി പാലത്തിൽ നിന്ന് താഴേക്കിറങ്ങാനുള്ള പടികളുണ്ടായിരുന്നു. വേനൽക്കാലങ്ങളിൽ അവിടെ പോയി ഇരിക്കുന്നത് ഞങ്ങളുടെ പതിവായിരുന്നു. ഒരു രാത്രി പവർ കട്ട് സമയത്ത് ഏകദേശം 11 മണിക്ക് ശേഷമായിരിക്കും. അമ്മയും അച്ഛനും ആ പടികളിൽ പോയിരുന്നു. അതൊരു അമാവാസി രാത്രിയായതിനാൽ നിലാവില്ലായിരുന്നു. ചുറ്റും കണ്ടങ്ങളും അതിനപ്പുറം ഒരു പുഴയും. അടുത്ത് മറ്റു വീടുകളൊന്നുമില്ലായിരുന്നു. അമ്മ അച്ഛനേക്കാൾ കുറച്ചു പടികൾ മുകളിലായിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പതുക്കെ മയക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ബലിഷ്ഠമായ കറുത്ത രോമാവൃതമായ 2 കൈകൾ അമ്മയുടെ കഴുത്തിൽ പിടിച്ചു മുറുക്കി. ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ 2 കൈകളും കൊണ്ട് ആ ഭീകരമായ കൈകൾ പിടിച്ചു വിടുവിക്കാൻ അമ്മ ശ്രമിച്ചു. ആ രോമം നിറഞ്ഞ കൈകൾ അമ്മയ്ക്ക് വ്യക്തമായി അനുഭവിക്കാനായി. എങ്ങനെയോ ആ കൈകൾ തട്ടിമാറ്റി അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് അച്ഛന്റെ കൈ പിടിച്ച് എങ്ങനെയോ അതിവേഗം വീട്ടിലേക്ക് നടന്നുവെത്തി. കാലുകൾ വിറയ്ക്കുകയായിരുന്നു. ഭയത്താൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ അമ്മ മുഴുവനും വിയർപ്പിൽ കുതിർന്നിരുന്നു. കൈകൾ വിറയ്ക്കുകയും ഒന്നും സംസാരിക്കാൻ കഴിയാതെയും കുറേ നേരം അമ്മ ഇരുന്നു. അത് മനുഷ്യന്റെ കരങ്ങളായിരുന്നില്ല. കാരണം അതിന്റെ ഉള്ളംകൈ പോലും രോമാവൃതമായിരുന്നു.